രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഇപ്പോൾ പത്തനംതിട്ട AR ക്യാമ്പിൽ ചോദ്യം ചെയ്തു വരികയാണ്. ഈ പൂങ്കുഴലി കൂടി അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ വിഷ്ണു സുരേഷ് വീണ്ടും ചേരുന്നു. വിഷ്ണു, രാഹുൽ മാങ്കൂട്ടത്തിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയും ഒക്കെ വേണമല്ലോ നിയമപരമായി. അതിന് നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞോ? കേൾക്കാൻ കഴിയുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്? AR ക്യാമ്പിന്റെ മുന്നിൽ നിന്ന് താങ്കൾക്ക് മറ്റെന്ത് വിവരമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാൻ കഴിയുന്നത്? പ്രാഥമിക ചോദ്യം ചെയ്യൽ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യൽ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. നിലവിൽ ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രാഥമിക ചോദ്യം ചെയ്യൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. അല്പസമയത്തിനകം തന്നെ രാഹുലിനെ AR ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് ഇറക്കും. വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി അതിന്റെ സാങ്കേതിക നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. റിമാൻഡ് റിപ്പോർട്ട് അടക്കം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തെ കോടതിയിലേക്ക് ഹാജരാക്കാനുള്ള നടപടിയിലേക്ക് കടക്കും. സ്വാഭാവികമായും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യണം എന്ന ആവശ്യം അന്വേഷണ സംഘം ഉന്നയിക്കും. കാരണം ഇന്ന് തന്നെ ഈ പരാതി നൽകിയ പെൺകുട്ടി വിദേശത്തു നിന്നെത്തും. അവരുടെ രഹസ്യമൊഴി നാളെ രേഖപ്പെടുത്തും. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടി രാഹുലിനെ ചോദ്യം ചെയ്താൽ മാത്രമേ ഈ കേസിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഇപ്പോൾ പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ ഇതിൽ ഒരു ഗുരുതരമായ സ്വഭാവം ഈ പരാതിക്കുണ്ട് എന്ന അന്വേഷണ സംഘത്തിന് എത്തിയിട്ടുണ്ട്. പക്ഷേ രഹസ്യമൊഴി കൂടി പരിശോധിച്ച ശേഷം അതിൽ നിന്ന് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും രാഹുലിനെതിരെയുള്ള കുറ്റപത്രമടക്കം തയ്യാറാക്കുന്ന നടപടിയിലേക്ക് കൂടുതൽ കരുത്തോടുകൂടി SITക്ക് പോകാനാകുക. അതുകൊണ്ട് ഈ രഹസ്യമൊഴി ഏറെ നിർണായകമാണ്. അല്പസമയത്തിന് തന്നെ രാഹുലിനെ ഈ AR ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് ഇറക്കും. നിലവിൽ ഇവിടുത്തെ ജില്ലാ പോലീസ് മേധാവിയുണ്ട്, അതോടൊപ്പം തന്നെ ASP ഉണ്ട്, SITയുടെ ഹെഡായ ജി പൂങ്കുഴലി ഉണ്ട്. ഒപ്പം കൂടുതൽ പോലീസുകാരെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ പ്രതിഷേധ സാധ്യതയൊക്കെ കണക്കിലെടുത്തായിരിക്കാം കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇങ്ങോട്ടേക്ക് എത്തിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ആശുപത്രി പരിസരത്തും പോലീസുകാരെ വ്യാപകമായി തന്നെ വിന്യസിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് രാഹുലിന്റെ നാടുകൂടിയാണ് പത്തനംതിട്ട. നേരത്തെ രാഹുലിനെതിരെ വലിയ പ്രതിഷേധം ഈ കേസുകളുടെ ഒരു സമയം വന്ന ഘട്ടത്തിലൊക്കെ വീട്ടിലേക്കും അതോടൊപ്പം മറ്റിടങ്ങളിലേക്കും രാഹുലിന്റെ ഇവിടുത്തെ ഓഫീസുകളിലേക്കൊക്കെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ പോലീസുകാരെ AR ക്യാമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇവിടെ നിന്ന് പുറത്തേക്ക് എടുക്കും. ഇന്ന് 12:30 രാഹുലിനെ പാലക്കാട് നിന്ന് അറസ്റ്റ് ചെയ്ത് ഈ AR ക്യാമ്പിലേക്ക് 5:30 എത്തിച്ചത്. 5 മണിയോടുകൂടി എത്തിച്ചത്. 5:30 രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ ആദ്യ രണ്ട് കേസുകളിലും രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താൻ അന്വേഷണ സംഘത്തിന് ഇതുവരെ ആയിട്ടില്ല. ആദ്യ കേസിൽ ഹൈക്കോടതിയുടെ നോട്ട് അറസ്റ്റ് രാഹുലിന് ലഭിച്ചിരുന്നു. രണ്ടാമത്തെ കേസിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി രാഹുലിന് മുൻകൂർ ജാമ്യാപേക്ഷ അനുവദിച്ചിരുന്നു. പക്ഷേ മൂന്നാമത്തെ കേസിൽ അതിനൊരു മൂവ്മെന്റ് നടത്താൻ രാഹുലിന് സമയം ലഭിച്ചില്ല. രാഹുൽ ഈ കേസിനെ കുറിച്ച് ഒരു ധാരണയുമില്ലായിരുന്നു. അഭിഭാഷകനെ കാണാനോ നിയമ ഉപദേശം നേടാനോ പോലും രാഹുലിന് സമയം ലഭിച്ചില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള അറിവ് പോലും രാഹുലിന് ഇല്ലായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് അടിയന്തര അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം ഇപ്പോൾ കടന്നിരിക്കുന്നത്. രാഹുലിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. ആ നടപടിയിലേക്ക് അന്വേഷണ സംഘം ഉടൻ കടക്കും. ഒരുപക്ഷെ പത്തനംതിട്ട കോടതിയിൽ തന്നെയായിരിക്കും, പത്തനംതിട്ട മജിസ്ട്രേറ്റ് മുമ്പിൽ തന്നെയായിരിക്കും രാഹുലിനെ ഹാജരാക്കുക. ഈ പരാതി വന്നിരിക്കുന്നത് തിരുവല്ല പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. പക്ഷേ അവിടുത്തെ മജിസ്ട്രേറ്റിന്റെ അസൗകര്യം എല്ലാം പറയുന്നുണ്ട് അന്വേഷണ സംഘം. പക്ഷേ അത് പരിഗണിച്ച ശേഷം എവിടെയാണ് കംഫർട്ടബിൾ എങ്കിൽ ആ മേഖലയിൽ അവിടെ ഹാജരാക്കും. അവിടെ ഹാജരാക്കി രാഹുലിനെ കസ്റ്റഡിയിൽ വാങ്ങും. ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ ഫയൽ ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ രഹസ്യമൊഴി യുവതിയുടെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടി രാഹുലിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായി കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ SIT എത്തിയിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. പത്തനംതിട്ടയിലെയും അതോടൊപ്പം തന്നെ SITയിലെയും ഒക്കെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ AR ക്യാമ്പിന് മുൻപിലുണ്ട്. രാഹുലിനെ പുറത്തിറക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ അവർ ആലോചിച്ചു വരികയാണ്. ഒരു തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ അത്തരം അനിഷ്ട സംഭവങ്ങൾക്കൊന്നും വഴിവെക്കാതിരിക്കാൻ വേണ്ടിയുള്ള കൃത്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. കൂടുതൽ പോലീസുകാരെ അതിന്റെ ഭാഗമായിട്ടാണ് പത്തനംതിട്ട AR ക്യാമ്പിലും SP ഓഫീസിന്റെ പരിസരത്തുള്ള റോഡുകളിലും ഒക്കെ നിയോഗിച്ചിട്ടുള്ളത്. ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള പ്രാഥമിക ഘട്ട ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തേക്ക് ഇറങ്ങുക. ഒരു പക്ഷേ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരിക്കലും ഇത്തരത്തിലൊരു നിയമസഭാ സാമാജികന് നേരെ തുടർച്ചയായ ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ ഉണ്ടായിട്ടില്ല. അതും ഇത്ര ഗുരുതര സ്വഭാവത്തിലുള്ളത്. രാഹുൽ ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണ് എന്ന അന്വേഷണ സംഘം കോടതിയിൽ പറയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വിഷ്ണു സുരേഷാണ് പത്തനംതിട്ട AR ക്യാമ്പിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നത്. എന്തായാലും വൈദ്യപരിശോധനയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുപോയതിനു ശേഷം മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.